ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധമാണ്. ഇതിൽ പഴയ നിയമം പിതാവായ ദൈവത്തിന്റെയും പുതിയ നിയമം യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെയും വിവരിക്കുന്നു. സ്നേഹമുള്ളവരെ, തെസ്സലോനിക്കർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനം ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതല്ലേ സ്തെഫാനോസ് അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 51-ാം തിരുവചനത്തിലൂടെ ഒരു ചോദ്യം ചോദിക്കുന്നു. മർക്കട മുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കുന്നുണ്ടോ? രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം വായിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിച്ചാൽ ഒരു പ്രത്യേക അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും. അതിലെ വചനങ്ങൾ ഹൃദിസ്ഥമാക്കാൻ പരിശ്രമിക്കുക. വചനം കേൾക്കുക, വചനം എഴുതുക, വചനം ധ്യാനിക്കുക, വചനം വായിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിന്റെ കൃപ നാം അറിയാതെ തന്നെ നമ്മിൽ നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ. ആമേൻ.